മലയാളികളെ സംബന്ധിച്ച് വൈകാരികമായി ഏറെ അടുപ്പമുള്ള വിദേശ രാജ്യങ്ങൾ ഗൾഫിലാണ്. UAEയും സൗദി അറേബ്യയുമെല്ലാം. നിരവധി മലയാളികളാണ് വിവിധ ജോലികളുമായി ബന്ധപ്പെട്ട് ഗൾഫ് നാട്ടിൽ പ്രവാസ ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത രീതിയും തൊഴിൽ രീതിയും എല്ലാം നമുക്ക് കേട്ടും കണ്ടുമെല്ലാം ചിരപരിചിതമാണ്. സൗദി അറേബ്യയിൽ മദ്യപാനം പാടില്ലെന്നും അതുകൊണ്ട് നമുക്കറിയാം. വലിയ ശിക്ഷയാണ് മദ്യപിച്ചാൽ സൗദിയിൽ കിട്ടുക. എന്നാൽ അതിനെല്ലാം മാറ്റം വരുന്നു. സൗദിയിലെ ആദ്യത്തെ മദ്യശാല റിയാദിൽ തുറക്കാൻ പോവുകയാണ്. ഇത് കേട്ട് എല്ലാവർക്കും അവിടെ പോയി അടിച്ച് ഫിറ്റാകാമെന്നൊന്നും കരുതണ്ട. സൗദിയുടെ തലവര തന്നെ മാറ്റിയെഴുതുകയാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. പഴയ ചരിത്രത്തിൽ നിന്നെല്ലാം സൗദിയെ വഴിമാറ്റി നടത്തിക്കൊണ്ട് ലോകത്തെ തന്നെ വാണിജ്യ ബിസിനസ് ടൂറിസം ഹബ്ബായി സൗദിയെ മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമാണ് തലസ്ഥാന നഗരമായ റിയാദിൽ തുറക്കാൻ പോകുന്ന മദ്യശാല. നിലവിൽ സൗദിയിലെ മുസ്ലിമേതര നയതന്ത്ര പ്രതിനിധികൾക്കാണ് ഇവിടെ പ്രവേശനമുണ്ടാവുക. ഡിപ്ലോമാറ്റിക് ലഗേജിലൂടെ നയതന്ത്ര പ്രതിനിധികൾ വിദേശത്തു നിന്ന് മദ്യം കൊണ്ടുവരുന്നതിന് ഇതോടെ അവസാനമാകും. പക്ഷേ ഇതൊരു മാറ്റമാണ്, വലിയ മാറ്റമെന്നാണ് ലോകം വിലയിരുത്തുന്നത്. ഇസ്ലാമിന് ഹറാമായ മദ്യത്തോടെന്നും നോ പറഞ്ഞിട്ടുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അത്രമേൽ യാഥാസ്ഥിതികവും ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചിരുന്നതുമായ രാജ്യം. ചരിത്രം പരിശോധിച്ചാൽ ചില കൗതുകകരമായ കാര്യങ്ങളും കാണാം. 7 പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ സൗദി സമ്പൂർണ്ണ മദ്യമുക്ത രാജ്യമായിട്ട് എന്നതാണ് അതിൽ പ്രധാനം. നമ്മുടെ നാട്ടിലെ തലമുറ കണ്ടും കേട്ടും സൗദിയെ അറിഞ്ഞു തുടങ്ങിയ കാലം മദ്യമുക്തമായിരുന്നു എന്ന് പറയുന്നതാകും ശരി. 1950 വരെ സൗദിയിൽ മദ്യനിരോധനം ഉണ്ടായിരുന്നില്ല എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. 1951 സൗദിയുടെ അബ്ദുൽ അസീസ് രാജാവാണ് രാജ്യത്ത് മദ്യം നിരോധിച്ചത്. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. അബ്ദുൽ അസീസ് രാജാവിന്റെ മകൻ മിഷാരി രാജകുമാരൻ ഒരു മദ്യപാനിയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന മിഷാരി രാജകുമാരൻ ഷോട്ട് ഗൺ ഉപയോഗിച്ച ബ്രിട്ടീഷ് വൈസ് കോൺസൽ സിറിൽ ഓസ്മാനെ വെടിവെച്ചു കൊന്നു. ഇത് വലിയ ചർച്ചയായി. തുടർന്നാണ് സൗദിയിൽ മദ്യവിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. പിന്നീട് 1979 ഇസ്ലാമിക് റവല്യൂഷനും മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ തീവ്രവാദി ആക്രമണവും ഉണ്ടായപ്പോൾ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കി. പിന്നെ ഇക്കാലം വരെയും ഇസ്ലാമിക നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സൗദി അറേബ്യ. ഇപ്പോൾ വർഷം 72 കഴിഞ്ഞു. റിയാദിൽ വീണ്ടും ഒരു മദ്യശാല തുറക്കുന്നു. റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലായിരിക്കും ഇത്. ഇതിനടുത്താണ് എല്ലാ വിദേശ രാജ്യങ്ങളുടെയും എംബസികൾ സ്ഥിതി ചെയ്യുന്നത്. നയതന്ത്ര പ്രതിനിധികൾ താമസിക്കുന്നതും ഇവിടെയാണ്. ഇവർക്ക് മദ്യം ലഭ്യമാക്കുകയാണ് പുതിയ മദ്യശാല തുറക്കുന്നതിലൂടെ സൗദി ലക്ഷ്യമിടുന്നത്. എന്ന് വെച്ച് 2 എണ്ണം അടിക്കാമെന്ന് കരുതി അങ്ങോട്ട് എല്ലാവർക്കും കയറി ചെല്ലാമെന്ന് കരുതണ്ട. ഇസ്ലാമിതര മതസ്ഥർക്ക് മാത്രമായിരിക്കും പ്രവേശനം. രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ ഉള്ളതുപോലെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പായിരിക്കുമെന്നാണ് സൂചന. വിദേശ മദ്യം, വൈൻ, ബീറുകൾ എന്നിവ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാകും. നയതന്ത്ര പ്രതിനിധികളുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷം മാത്രമേ മദ്യം നൽകൂ. ചോദിക്കുന്ന അളവിൽ മദ്യം ലഭിക്കില്ല. മദ്യവിതരണത്തിനായി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഓരോരുത്തർക്കും സൗദി സർക്കാർ നിശ്ചയിക്കുന്ന കോട്ട അനുസരിച്ചായിരിക്കും മദ്യം ലഭ്യമാക്കുക. മദ്യം വാങ്ങാൻ നയതന്ത്ര പ്രതിനിധി നേരിട്ടെത്തണം. ഇവരുടെ പേരിൽ മറ്റാർക്കെങ്കിലുമോ ഡ്രൈവറെ അയച്ചാലോ മദ്യം നൽകില്ല. സൗദിയിലുള്ള പൗരന്മാർക്കോ മറ്റ് പ്രവാസികൾക്കോ മദ്യം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഭരണകൂടം അനുകൂലമായ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നിലവിലെ നിയമമനുസരിച്ച് മദ്യപാനത്തിനുള്ള ശിക്ഷ അനുമതിയില്ലാത്തവർ മദ്യപിച്ചാൽ തുടരും. ചാട്ടവാറടി, തിരിച്ചയക്കൽ, പിഴയും തടവുമൊക്കെയാണ് ശിക്ഷകൾ. മദ്യം ഉപയോഗിക്കുന്നത് അനുവദനീയമല്ലെന്നാണ് ഖുർആൻ വിവക്ഷിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് സാത്താന്റെ ചെയ്തികളെന്നാണ് മതം അനുശാസിക്കുന്നത്. ആൽക്കഹോൾ ഉൾപ്പെടെ ഘടകങ്ങൾ പാകം ചെയ്ത ഭക്ഷണം പോലും ചിലർ ഉപയോഗിക്കാറില്ല. ലോകത്ത് സൗദി കൂടാതെ മദ്യപാനം നിഷിദ്ധമായ വേറെയും രാജ്യങ്ങളുമുണ്ട്. കുവൈത്തിൽ 1965 മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനമാണ്. പാകിസ്ഥാനിലും ഒമാനിലും ഖത്തറിലും ഇസ്ലാം മതവിശ്വാസികൾ മദ്യപിക്കുന്നതിന് വിലക്കുണ്ട്. സൊമാലിയയിൽ പൊതുസ്ഥലത്തെ മദ്യപാനവും കുറ്റകരമാണ്. ബ്രൂണയിൽ മദ്യവിൽപ്പന പാടില്ല. ഇസ്ലാമിതര വിശ്വാസികൾക്ക് സ്വന്തം ആവശ്യത്തിന് 2 ലിറ്റർ മദ്യമോ വൈനോ 12 ക്യാൻ ബീറോ വരെ വിദേശത്തു നിന്ന് വരുത്തിക്കാം. പക്ഷേ ഇത് സ്വകാര്യ സ്ഥലങ്ങളിൽ വെച്ച് മാത്രമേ ഉപയോഗിക്കാനാകൂ. ലിബിയ, ബംഗ്ലാദേശ്, ഇറാൻ എന്നിവിടങ്ങളിലും മദ്യനിരോധനമുണ്ടെങ്കിലും നിയമവിരുദ്ധമായ പല വഴികളിലൂടെ ഈ രാജ്യങ്ങളിൽ മദ്യം എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം UAE, ജോർദാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ വിലക്കുണ്ടെങ്കിലും എല്ലാവർക്കും അത് ബാധകമല്ല.